ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനപരമായിട്ട്, അതായത് എല്ലാവരുടെയും ഒരു പേഴ്സണലായിട്ടുള്ള ഒരാവശ്യമാണല്ലോ ധനം എന്ന് പറയുന്നത്. അപ്പോൾ ധനം നമ്മുടെ വീട്ടിൽ നിലനിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മി സാന്നിധ്യത്തിൻ്റെ അഭാവം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും, അപ്പോൾ ഒരു ലക്ഷ്മി മന്ത്രവുമാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ ധനത്തിന് മുട്ട് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ധനപരമായ എന്ത് പ്രശ്നങ്ങളുണ്ടോ അത് പടിയിറങ്ങി പോകുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഉറപ്പാക്കുക. ദേവീയ സാന്നിധ്യം ഉറപ്പ് വരുത്തണമെങ്കിൽ മെയിനായിട്ട് നമ്മുടെ കിച്ചൺ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ രാത്രിയിൽ സ്ത്രീജനങ്ങൾ, അതായത് സ്ത്രീകൾ അതായത് ചിലരുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഈ കിച്ചണിൽ സിങ്കിലിട്ടിട്ട് പോയി കിടന്നുറങ്ങുന്ന പതിവുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് രാത്രി കിച്ചൺ നീറ്റാക്കി ക്ലീനാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൊരു വേസ്റ്റ് പോലും നമ്മൾ റൂമിൽ വെച്ചിരിക്കരുത്. അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ എന്താണോ രാത്രി ഫുഡായിട്ട് കഴിച്ചത്, അതായത് വെജ് കഴിവതും വെജ് തന്നെ വെക്കുക. അതല്ല നിങ്ങൾ രാത്രി കഴിച്ച ഫുഡ് തന്നെ വെക്കണമെന്നില്ല. നിങ്ങൾക്കൊരു പാത്രത്തിൽ കുറച്ച് ചോറെടുത്ത് വേണമെങ്കിലും നമ്മുടെ കിച്ചണിലൊരല്പം വെച്ച് ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. നമുക്ക് ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വ വെള്ളി ദിവസങ്ങൾ കഴിവതും നിങ്ങൾ മെയിനായിട്ടും വീടൊന്ന് തുടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നും നമ്മൾ തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ആ ദിവസങ്ങൾ പ്രത്യേകം ഒന്ന് തുടച്ച് നീറ്റാക്കിയതിന് ശേഷം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലത്. അതായത് വിളക്കൊക്കെ കത്തിക്കുക, അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുന്നത്, അത് ഈ ലക്ഷ്മി മന്ത്രം പറഞ്ഞുകൊണ്ട് തന്നെ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കണം. അന്നത്തെ ദിവസം നമ്മൾ കഴിവതും വെജ് ആക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാര്യം നമ്മൾ ഈ നെയ്യ് വിളക്ക് കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം, അതായത് ചൊവ്വയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ. അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്രം, ലക്ഷ്മി മന്ത്രം, അതായത് വലിയ മന്ത്രമൊന്നുമല്ല, നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രമാണ്. ഏത്? അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന ഈ മന്ത്രം നിങ്ങൾ ഒരു 21 ജപിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വിളക്ക് കത്തിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ എത്ര ദാരിദ്ര്യമുണ്ടോ, എത്ര കഷ്ടതകളുണ്ടോ, അതൊക്കെ ദേവി സാന്നിധ്യത്താൽ മാറി നമുക്ക് ദേവി പണം കൊണ്ടിങ്ങി തരും എന്നല്ല, നമുക്ക് പണം ഉണ്ടാകേണ്ട, ഒരു ധനം ഉണ്ടാകുന്ന, ഒരു ധനവരം ഉണ്ടാകുന്ന ഒരു മാർഗം ദേവി ഉറപ്പായിട്ടും തെളിച്ച് തന്നിരിക്കും. അപ്പം അതുപോലെ നിങ്ങൾ മനസ്സർപ്പിച്ച് ദേവിയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ വിളക്ക് കത്തിക്കുക. അപ്പോൾ അതിലൂടെ നമുക്ക് ധനാഭിവൃദ്ധി ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ധനപരമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ നമ്മൾ കഴിവതും പാവപ്പെട്ട ആളുകളൊക്കെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ, പാവപ്പെട്ടവരെല്ലാം ആരായാലും വീട്ടിൽ വന്നാൽ അവർക്ക് ഒരു ജലമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവർക്ക് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാക്കയ്ക്ക് എന്നും ഒരല്പം അന്നം എടുത്ത് മാറ്റി വയ്ക്കുന്നത് ഉച്ചസമയത്തെന്നല്ല, നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കാക്കയ്ക്കായിട്ട് അല്പം എടുത്ത് മാറ്റി വയ്ക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗം ഉണ്ടോ ഇല്ലയോ അതൊന്നും നോക്കണ്ട, കുറച്ച് ഫുഡ് എടുത്തിട്ട് പുറത്ത് വെക്കുന്നത് വളരെ ബെറ്ററായിരിക്കും. കാര്യം നമ്മളിത് ധനം ഉണ്ടാകാൻ വേണ്ടി തന്നെയല്ല, നമ്മുടെ ജീവജാലങ്ങളല്ലേ, ഇപ്പോൾ അവർക്കും വേണ്ടി ഫുഡും കാര്യങ്ങളുമൊക്കെ നമ്മളല്ലാതെ ആരാണ് അവർക്ക് കൊടുക്കുക? അപ്പോൾ അവർക്ക് കൊടുക്കണം. അവർക്ക് ഒരു നേരം ഫുഡ്, ഒരു നേരം എന്നല്ല, നമ്മൾ പുറത്തെടുത്ത് വെച്ചിരിക്കണം. അതിന് അർഹതപ്പെട്ട ജീവജാലങ്ങൾ വന്നത് എടുത്ത് കഴിച്ചുകൊള്ളും. അതൊന്നും നമ്മൾ നോക്കണ്ട, അത് പുറത്ത് വെച്ചിരിക്കുക. പിന്നെ ഒരു പാത്രം നിറയെ വെള്ളം എപ്പോഴും നമ്മൾ വീട്ടുമുറ്റത്ത് വെച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എപ്പോഴും വീട്ടിൽ സന്തോഷമായിട്ടിരിക്കാൻ നോക്കണം. വീട്ടിലിങ്ങനെ വഴക്ക് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ എപ്പോഴും ദേവിയുടെ നാമങ്ങളൊക്കെ ഉള്ള മന്ത്രങ്ങൾ കേൾക്കാനും, അതുപോലെ ദേവീ നാമങ്ങൾ പിന്നെ ഉള്ള എന്താ പറയുന്നത്,
സിനിമയായാലും അല്ല ടി വി ഒക്കെ ആണെങ്കിലും അതിലൂടെ ദേവീ നാമങ്ങളിടാൻ നിങ്ങൾ കഴിവതും ശ്രദ്ധിക്കുക. അതായത് പ്രത്യേകിച്ച് പ്രഭാതത്തിലും സന്ധ്യാവേളയിലും. അതുപോലെ അത് കേട്ടിട്ട് നമ്മളത് സ്റ്റഡി ചെയ്ത് പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കഴിവതും നിങ്ങൾ ദേവീപ്രീതികരമായ കാര്യങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചെയ്യാൻ നോക്കുക. അതുപോലെ ഭദ്രകാളി ദേവിയും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. അപ്പം ഈ 2 ദേവിമാരുടെയും അനുഗ്രഹത്തിൽ ഭദ്രകാളി ദേവി പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവാത്തതിന് കാരണം ശത്രുദോഷം കൊണ്ടും വരും. അപ്പോൾ ആ ദോഷങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാനാണ് ദേവീ മന്ത്രങ്ങൾ. ഓം ഭദ്രകാളിയെ നമ എന്ന ഒറ്റ മന്ത്രം ജപിച്ചാൽ മതി. അതൊരു 108 പ്രാവശ്യം ചൊവ്വ വെള്ളി ദിവസം ജപിക്കാൻ നോക്കുക. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ ദേവി നീക്കി തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ കൃപയാൽ ഉണ്ടാകട്ടെ, ദേവി കൃപയാൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.